ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഞണ്ട് കറി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഏകദേശം ഒരു 3 ഉള്ളി, നല്ല വലിയ 2 തക്കാളി ചെറുതാണെങ്കിൽ 3 എടുത്തോ, പിന്നെ ഇഞ്ചി, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 2-3 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഞണ്ട് കറിക്കും മീൻ കറിക്കെല്ലാം യൂസ് ചെയ്യൽ. വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഉലുവയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഉലുവ നല്ല മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഉള്ളി നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ സാധനവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ഞണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 കിലോന് ഞണ്ടാട്ടോ ഇതിൻ്റെത്. എന്നിട്ട് ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരക പൗഡർ, ഇതൊന്നും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ച തക്കാളിയാണ്. ഏകദേശം 2 തക്കാളി ഉണ്ട്, നല്ല വലിയ തക്കാളി, പിന്നെ കറിവേപ്പില, പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്യാം. അപ്പം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് അടച്ച് വെച്ച് ഞണ്ട് കുക്കായിട്ട് വരുന്നത് വരെ തിളപ്പിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ ഞണ്ട് കുക്കായിട്ട് വരും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കറിയാണ്. നല്ല നാടൻ ഞണ്ട് കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.